ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്നൊരു വാലറ്റാണ് മേക്ക് ചെയ്തെടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓൾഡ് ക്ലോത്ത് കൊണ്ടോ ബാലൻസ് ക്ലോത്ത് കൊണ്ടോ ഒക്കെ ഇതുപോലെ ചെയ്തെടുക്കാവേ. നല്ല നീറ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുവേ. അപ്പോൾ നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. നമുക്കൊരു ഇൻസ്റ്റയും ഉണ്ട്, ഫേസ്ബുക്കും ഉണ്ട്, അതുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ ഈ ഒരു വാലറ്റ് മേക്ക് ചെയ്തെടുക്കാനായിട്ടുള്ള ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് വെച്ചിരിക്കുകയാണ്. ഓൾഡ് ക്ലോത്ത് ആണെങ്കിലും മതിയേ. എന്നിട്ട് നമ്മൾ സെൻറ്റിമീറ്ററിലാണ് അളവ് പറയുന്നത്. 54 സെൻറ്റിമീറ്ററാണ് നമ്മൾ വിഡ്ത്ത് കൊടുത്തിരിക്കുന്നത്. 34 സെൻറ്റിമീറ്ററാണ് നമ്മൾ ലെങ്തും കൊടുത്തിരിക്കുന്നത്. നമ്മളെല്ലാം സെൻറ്റിമീറ്ററിലാണ് പറയുന്നത്. ഇഞ്ചസിലുള്ളത് നമ്മൾ സ്ക്രീനിൽ എഴുതാവേ. ഇനി നമ്മൾ ഇതിനെ ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ലൈനിങ് ക്ലോത്ത് ഉൾപ്പെടെയാണ് നല്ല നീറ്റായിട്ട് നമ്മൾ മടക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഈ ഓപ്പൺ സൈഡിൽ നിന്ന് നമ്മളൊരു 19 സെൻറ്റിമീറ്ററാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 19 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. എന്നിട്ട് വിഡ്ത്ത് നമ്മൾ കൊടുക്കുന്നത് 8 സെൻറ്റിമീറ്ററാണ്. ഇതുപോലെ നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇതിനെ ഒരു ബോക്സ് ആക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ ഇതുപോലെ ഇങ്ങനെ ബോക്സ് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല നീറ്റായിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ വരച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഭാഗം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഒരു ഇതുപോലെ റൗണ്ട് ഷേപ്പുള്ള എന്തെങ്കിലും ഒരു സാധനം വെച്ച് നമ്മൾ ഈ കോർണർ ഒന്ന് ഇങ്ങനെയൊന്ന് ഓവൽ ഷേപ്പ് ആക്കി കൊടുക്കണേ. അത് നമ്മൾ കൈകൊണ്ടാക്കി കൊടുത്താലും മതി, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു റൗണ്ട് ഷേപ്പർ വെച്ച് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഇപ്പം നമുക്കവിടെ ഒരു ഓവൽ ഷേപ്പ് കിട്ടി. ഇനി ഇതിനെ നമ്മളിങ്ങനെ നിവർത്തുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നിവർത്തി കൊടുത്തതിന് ശേഷം ഒരല്പം ഗ്യാപ്പ് നമ്മളിട്ട് കൊടുക്കണം. ആ ഗ്യാപ്പ് ഇട്ടിടം മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്യരുത്. ബാക്കി എല്ലായിടവും നമ്മൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ മാത്രം നമ്മൾ അല്പം ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് റോങ് സൈഡിലൂടെ നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഈ കോർണർ നമ്മളിങ്ങനെ ഒന്ന് ഷേപ്പ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. തിരിക്കുമ്പോൾ നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടി ഈ ഓവൽ ഷേപ്പ് ഉള്ളിടം എല്ലാം നമ്മൾ ത്രെഡിൽ കട്ട് വീഴാതെ കൊടുക്കുന്നു. എന്നിട്ട് ഈ കോർണർ ഒരുപാട് നീണ്ടു നിൽപ്പുണ്ടെങ്കിൽ അവിടവും നമ്മളിങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ത്രെഡിൽ കട്ട് വീഴരുത്, അത് ശ്രദ്ധിച്ചോണേ. എന്നിട്ട് നമ്മളിതിനെ ഇങ്ങനെ തിരിച്ചെടുക്കുകയാണ്. ഇപ്പം നല്ല വശം പുറത്ത് വരുന്ന രീതിയിലായിരിക്കും നമുക്കിങ്ങനെ കിട്ടേണ്ടത്. ഇനി നമ്മൾ ഈ കോർണറുകളെല്ലാം നല്ല നീറ്റാക്കി കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ അയൺ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ നമ്മൾ അയൺ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗം ഓപ്പൺ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിതിൻ്റെ എല്ലാ മുകളിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റാക്കി എടുക്കുകയാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ എല്ലാം ക്ലോസ് ചെയ്ത് നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ ഇങ്ങനെ നല്ല വശം കാണുന്ന രീതിയിലായിരിക്കണം നമ്മളിതുപോലെ മടക്കി കൊടുക്കേണ്ടത്. ഇങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു 8 സെൻറ്റിമീറ്റർ നമ്മളെല്ലാ കണക്കും സെൻറ്റിമീറ്ററിലാണ് പറയുന്നത്. 8 സെൻറ്റിമീറ്റർ ഇങ്ങനെ നമ്മളുടെ ഓപ്പൺ സൈഡിൽ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ ഈ ഒരു മാർക്ക് ചെയ്തിടം ഇതുപോലെ നമ്മളിങ്ങനെ വരച്ച് കൊടുക്കണം. ഈ വരയിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ഇങ്ങനെ ഈ വരയിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതുപോലെ കിട്ടും. ഇനി നമ്മളിതിനെ ഇങ്ങനെ നിവർത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല നീറ്റായിട്ട് ഇങ്ങനെ കിട്ടും. ഇനി നമ്മളിതിൻ്റെ സൈഡുകൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ സൈഡെല്ലാം നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇനി നമ്മളിതിനെ ഇങ്ങനെ മടക്കി കൊടുക്കണം. എന്നിട്ട് ഈ സൈഡ് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് അറ്റാച്ച് ആക്കണം. എന്നിട്ട് ഇപ്പം നമുക്കിങ്ങനെ വാലറ്റ് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ബട്ടൺ വെച്ച് കൊടുക്കണേ. അപ്പം നമുക്ക് ഇതുപോലുള്ള ബട്ടനാണ് നമ്മളിപ്പോൾ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. കൈത്തൈല് തയ്ച്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്കിതുപോലെ നല്ല സൂപ്പറായിട്ടുള്ള ഒരു വാലറ്റ് നമുക്കിങ്ങനെ റെഡി ആയിട്ട് കിട്ടുകയാണ്. അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്കിതുപോലെയൊക്കെ ചെയ്തെടുക്കാവേ. അപ്പം നമ്മളിപ്പം ഒട്ടും ചിലവില്ലാതെ ഇങ്ങനെയുള്ള സാധാരണ നമ്മളുടെ കയ്യിലിരുന്ന ബാലൻസ് ക്ലോത്ത് കൊണ്ടാണ് എടുത്തിരിക്കുന്നത്. ആ ക്ലിപ്പ് വെച്ച് കൊടുക്കാൻ മാത്രമേ നമ്മൾ ഒരു പുറത്തുനിന്നൊരു സാധനം വാങ്ങിച്ചതായിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ സ്വന്തമായിട്ട് സ്റ്റിച്ചിങ് അറിയാവുന്നവർക്ക് ചെയ്തെടുക്കാവേ. അപ്പോൾ നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലുള്ള വീഡിയോസ് ഇടണേ, കമൻറ്റൂടെ ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.